കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം നൽകി. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്ക് കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ പരിശീലനം നൽകിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോസ്റ്റ്ലി സെക്കൻഡ് വീക്ക് ഒക്കെയാണ് നേരത്തെ പറഞ്ഞത്. സെക്കൻഡ് ഓർ തേർഡ് വീക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഇത് പല ഇലക്ഷൻ ടൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് പുതുക്കി നിങ്ങളെല്ലാവരും അറിയിക്കാന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസം ട്രെയിനിങ് തന്നിട്ടുള്ളത്. നമുക്ക് ട്രെയിനേഴ്സ് എല്ലാവരും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്. ഇന്നത്തെ ട്രെയിനിങ് നല്ലൊരു അനുഭവമായിട്ട് മാറ്റാം. വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ അപ്പോൾ അതും കൂടെ ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വ്യാജ വാർത്തകൾ, വിദ്വേഷ പ്രചരണം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള തെറ്റായ സന്ദേശങ്ങൾ, പെയ്ഡ് ന്യൂസ് എന്നിവയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുമായി ജില്ലാ കളക്ടർ സംവദിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ആശയവിനിമയങ്ങളുടെയും ഫലപ്രദമായ വ്യാപനത്തിന് മാധ്യമപ്രവർത്തകരുടെ സഹകരണം കളക്ടർ അഭ്യർത്ഥിച്ചു. മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പ് കാലത്തെ വാർത്തകളും പരസ്യങ്ങളും നിരീക്ഷിക്കുന്നതിനും സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുമുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്നിവയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് അവബോധം നൽകുന്നതിനായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഇലക്ഷൻ റൂളുകൾ വയലേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മീഡിയ മോണിറ്ററിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ജെന്യൂനെസ് പരിശോധിക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ കേസിൽ തന്നെയാണ്. അത് കുറെ പോയിന്റ് നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയുള്ള പോയിന്റ്സ് ആണ്. മീഡിയ വയലേഷന്റെ കേസിൽ വരുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നമ്മളിപ്പോഴും തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു മീഡിയ റൂള് വയലേറ്റ് ചെയ്താൽ അത് വോട്ടർമാരിൽ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് ഇമ്പോർട്ടന്റ് ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് സുഗമമായി സംഘടിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്താണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പെയ്ഡ് ന്യൂസുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നതിൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തന രീതികൾ എങ്ങനെയാണെന്നും വിശദീകരിക്കുന്നതായിരുന്നു പരിശീലനം. നമ്മുടെ മീഡിയ പ്രവർത്തന രംഗത്ത് യാതൊരു പരാതികളും കൂടാതെ കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരും സഹകരിക്കുമെന്നുള്ളത് നമുക്കറിയാം, ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയ ആയി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ ട്രെയിനർ സജിത് പലേരി ക്ലാസ് എടുത്തു. ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ AN ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് എക്സ്പെൻഡിച്ചർ നോഡൽ ഓഫീസർ V ചന്ദ്രൻ, മാധ്യമപ്രവർത്തകർ, തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. MCMC മെമ്പർ സെക്രട്ടറിയായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ സ്വാഗതവും ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.